പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നൈറ്റിക്ക് ബാക്കിനൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 2-3 പീസ് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നൈറ്റിയുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു പീസാണ് കേട്ടോ. അതിൽ നിന്ന് ഇതുപോലെ സൈഡ് ചരിച്ചിട്ട്, അതായത് ക്രോസ് ആക്കിയിട്ട് നമ്മളിതുപോലെ 2-3 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. ഈ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുള്ള പീസുകൾ നമ്മൾ ക്രോസ് ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സൈഡ് ചരിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ. സൈഡ് ചരിച്ച് നമ്മൾ ക്രോസ് എന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 2 വശങ്ങളും ഒരേ ആകൃതിയിൽ വരുന്ന രീതിയിൽ വേണം കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോ തരം നമ്മൾ ഓരോ നൈറ്റി ആണെന്നുണ്ടെങ്കിലും ചുരിദാറാണെന്നുണ്ടെങ്കിലും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ടിപ്സുകൾ വരെ നമ്മൾ പറഞ്ഞുതരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് 2 വശവും ഒരേ ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു വഞ്ചിരിക്കുന്ന രീതിയിൽ ഔട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ വേണം നമ്മൾ സൈഡ് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഞാൻ നേരത്തെ നിവർത്തി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ നല്ല പുറം ഒരു ഭാഗം നമുക്ക് ഉൾവശം മേലോട്ട് എന്ന രീതിയിൽ, അതായത് നല്ല പുറം ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു ഭാഗം നല്ല വശം കിട്ടും, ഒരു ഭാഗം ഉൾവശം മേലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ ഒരു ബാഡ്ജ് എങ്ങനെയാണോ നമ്മൾ വെക്കുക അതുപോലെ നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രോസ് ഒന്ന് ചേർത്ത് ജോയിൻ്റ് ചെയ്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു ബാഡ്ജിൻ്റെ രൂപത്തിൽ വെച്ചു, ഒരു ഭാഗം നല്ലത്, ഒരു ഭാഗം ഉൾഭാഗം മേലോട്ട് എന്ന രീതിയിൽ ഇതുപോലെ 3 പീസ് നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നീളത്തിൽ ഇതുപോലെ 3 ജോയിൻറ്റ് ചേർത്ത് വന്നപ്പോൾ നീളത്തിൽ നമുക്ക് ക്രോസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയതിന് ശേഷം മുകളിലത്തെ ആ വേസ്റ്റൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് കുറച്ച് കണ്ട് നീക്കി വെക്കുക. മടക്കിയ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഒരു ചവിട്ടി വീതിക്ക് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങെത്തുന്നവരേക്കും നമ്മളിതുപോലെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ തയ്യൽ കൊടുത്തിട്ടുള്ളത്. ആ തയ്യൽ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു ചവിട്ടി വീതി എങ്ങനെയാണോ വന്നിട്ടുള്ളതെങ്കിൽ തയ്യൽ കഴിഞ്ഞതിന് ശേഷം ഒരു ചവിട്ടി വീതി നമ്മളൊന്ന് കണക്കാക്കിയതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഫുൾ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നീട് എപ്പോഴെങ്കിലും ഒരു ക്രോസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോയും കൂടെ ആവട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഇതുപോലെ നീളത്തിലൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒറിജിനൽ പീസ് നമുക്ക് ക്രോസ് വെക്കേണ്ട പീസ് ഒന്ന് നിവർത്തി ഇതുപോലെ വെക്കുക. നമ്മുടെ ആ ഒരു നെക്കിൻ്റെ റൗണ്ട് എങ്ങനെയാണോ വരുന്നതെങ്കിൽ അതിന് നമുക്ക് ആ ഒരു ചവിട്ടി വീതിക്ക്, നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഒരു ചവിട്ടി വീതിക്ക് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പിൽ നിന്ന് തയ്യൽ എവിടെയാണോ വെച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നിന്ന് ഒരു ചവിട്ടി വീതി നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നമ്മൾ ആ ക്രോസ് വെച്ച് നമ്മുടെ ആ തയ്യൽ നേരത്തെ ക്രോസിൽ വന്ന ആ ഒരു തയ്യൽ പാടിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് വരണം കേട്ടോ. അല്ലാതെ നമ്മൾ നമ്മുടെ ആ ഒരു ക്രോസ് പീസിനെ പിടിച്ച് വലിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക ചവിട്ടി വീതി കഴിഞ്ഞ് നമ്മുടെ ആ ഒരു തയ്യൽ പാടിലൂടെ മാത്രം തുണി വെച്ച് പിരിയാതെ കറക്റ്റായിട്ട് വെച്ച് വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ക്രോസ് പീസ് പിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ നെക്ക് വലിഞ്ഞിട്ടോ ഇരിക്കില്ല. നല്ല ആകൃതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രോസ് ഇവിടെ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടെ ആയപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് ഒന്ന് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്